നമസ്തേ. പുനർജനി യോഗ ലൈഫ് ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. പാർട്ട് 1, പാർട്ട് 2 എന്ന രീതിയിൽ ഇത് നമ്മളുടെ പാർട്ട് 2 PCODയെ സംബന്ധിച്ച് സംസാരിക്കുന്ന നമ്മുടെ എപ്പിസോഡ് പാർട്ട് 2ലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഇത് ഒരു രോഗാവസ്ഥയിൽ മാത്രം ചെയ്യുന്നതായിട്ട് ഒതുക്കരുത്. ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ആസനാസ് തന്നെയാണ് ഇതിലൂടെ ഞാൻ ഉൾപ്പെടുത്തി പോകുന്നത്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ PCOD പോലുള്ള അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നോടൊപ്പം നിത്യേന ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസമാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. നമുക്ക് 3 ആസന ഇന്ന് ഞാൻ പറയുന്നു. ആദ്യം നമ്മള് ചക്കി ഫിസിംഗ് ആസന എന്ന് പറയുന്ന ഒന്ന്, മണ്ഡൂകാസന എന്ന ഒന്ന്, മൂന്നാമത് സേതുബന്ധന എന്ന 3 ആസന ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഓക്കെ, കാലുകൾ ഇതേപോലെ നമ്മൾ അല്പം വൈഡാക്കി വെക്കുന്നു. എന്നിട്ട് കൈ നമ്മൾ വിരലുകൾ ഇന്റർലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യാൻ പോവാണ്. എൽബോ ബെൻഡ് ചെയ്യാതിരുന്നാൽ നന്നായിരിക്കും. ഇനി ആന്റി ക്ലോക്ക് വൈസ്. അടുത്ത ആസനയിലേക്കാണ്. മണ്ഡൂകാസനയാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. വജ്രാസനയിലേക്ക് വരണം. വജ്രാസനയിൽ ഇരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഒരു പില്ലോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൈമുഷ്ടി ഇതേപോലെ മടക്കി ചേർത്ത്, എന്നിട്ട് നമ്മളുടെ അബ്ഡമൻ ഏരിയ, നെവൽ ഏരിയക്ക് താഴെ ആദ്യം ശരിക്കും ശ്വാസം നിറച്ച് ശ്വാസം കളഞ്ഞുകൊണ്ട് തല താഴ്ത്തി പതുക്കെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ലൈറ്റായിട്ടൊന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട്, വെരി ലൈറ്റ്. 1 2 3 4 5
6, 7, 8, 9, 10. അങ്ങനെ 1 മിനിറ്റ് ഇരിക്കാൻ പറ്റിയാൽ വളരെ വിശേഷം. ഓക്കെ, 1 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഇത് വളരെ വിശേഷമാണ്. അത് പതുക്കെ പതുക്കെ ലൈറ്റായിട്ട് സ്വിങ് ചെയ്യാമുള്ളൂ. നമ്മുടെ റൈറ്റ് ബട്ട് ഹീലിൽ പതുക്കെ, ലെഫ്റ്റ് ബട്ട്, ലെഫ്റ്റ് ഹീലിൽ പതുക്കെ പതുക്കെ, ലൈറ്റ് സ്വിങ് ഓൺലി. ഓക്കെ, ഗെറ്റ് റെഡി. നമ്മൾ അടുത്ത ആസനയിലേക്ക് പോവാണ്, സേതുബന്ധന. അപ്പോ ഇതെല്ലാം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കണ്ടുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ വരും. ഓക്കെ, ഞാൻ അടുത്ത ആസനയിലേക്ക് പോവാണ്. വരൂ. ഇതേപോലെ നമ്മൾ ആദ്യം മലർന്നു കിടക്കുന്നു, കാല് രണ്ടും മടക്കുന്നു, ആംഗിളിൽ പിടിച്ചിട്ട് പതുക്കെ സൈഡിൽ ഇരുവശങ്ങളിൽ വെക്കുന്നു, കൈ പതുക്കെ താഴെ വെച്ചു. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രീതിങ് ചെയ്ത് പൊങ്ങുകയാണെങ്കിൽ വയറ് ബൾജായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനെന്ത് ചെയ്യും, നമുക്ക് ബ്രീത് ഔട്ട് ചെയ്തിട്ട് പൊക്കിയാൽ മതി. ഓക്കെ, കൈ സപ്പോർട്ട് ഇവിടെ ബട്ടക്സിൽ നടുവിന്റെ സെന്ററിൽ കൈ വെച്ചു, പതുക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ബ്രത്ത് ചെയ്തുകൊണ്ടിരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി സ്ലോലി ഡൗൺ. എന്നിട്ട് കാല് പതുക്കെ നീട്ടി വയ്ക്കുക. എന്നിട്ട് ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ശവാസനം എടുക്കാം. സ്വസ്ഥമായിട്ട് കൈകൾ വിടർത്തി, കാലുകൾ വിടർത്തി, ശ്വാസ നിശ്വാസങ്ങളിൽ ശ്രദ്ധിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യാം. ജോയിന്റ്സും നോസും മസിൽസും ഒക്കെ ലൂസാക്കാം. റിലാക്സ്. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചാടി എഴുന്നേക്കരുത്. റൈറ്റ് സൈഡിലേക്ക് പതുക്കെ തിരിയുക. സ്വസ്ഥമായി കിടന്ന് സാവധാനം എഴുന്നേറ്റ് പൂർവസ്ഥിതിയിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചെയ്ത 3 ആസന, ഓരോ ആസന അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും 10 സെക്കൻഡ് നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.